കഴിഞ്ഞ വർഷം രാജ്യത്ത് 1,64,033 പേർ ആത്മഹത്യ ചെയ്തതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ദിവസവേതനക്കാരായ സാധാരണക്കാരും കർഷകരും ആത്മഹത്യ ചെയ്യുന്നത് വർദ്ധിച്ചതായും പ്രതിദിനം ശരാശരി 115 ദിവസക്കൂലിക്കാർ ആത്മഹത്യ ചെയ്തതായും സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് രാജ്യത്ത് പെരുകുന്ന ആത്മഹത്യകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2021 പ്രതിദിനം 115 ദിവസക്കൂലിക്കാരും 63 വീട്ടമ്മമാരും ആത്മഹത്യ ചെയ്തുവെന്ന് മന്ത്രി ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ വെളിപ്പെടുത്തുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര സഹമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 1,64,033 പേരാണ് രാജ്യത്ത് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത്. 42,004 ദിവസവേതനക്കാരും 23,179 വീട്ടമ്മമാരും കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തു. സ്വയം തൊഴിൽ ചെയ്യുന്ന 20,231 പേരും ശമ്പളക്കാർ 15,870 പേരും തൊഴിൽ രഹിതരായ 13,714 പേരും ആത്മഹത്യ ചെയ്തവരിൽ ഉൾപ്പെടുന്നുണ്ട്. 13,089 വിദ്യാർത്ഥികളും ബിസിനസ്സുകാരായ 12,055 പേരും സ്വകാര്യ സംരംഭകരായ 11,431 പേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അതിജീവനം നടത്തുന്ന 10,881 പേരും കർഷകരായ 5,563 പേരും കർഷക തൊഴിലാളികളായ 5,318 പേരും ആത്മഹത്യ ചെയ്തു. കർഷക തൊഴിലാളികളുടെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ കൃഷി ചെയ്തിരുന്ന 4,806 പേരും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്ന 512 പേരും ജീവനൊടുക്കിയതായും മന്ത്രി വ്യക്തമാക്കി. ഷക്കീന ന്യൂസ്, ന്യൂഡൽഹി.